നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 32 വയസ്സുള്ള ബാങ്ക് മാനേജർ. ഒരു പ്രമുഖമായ ബാങ്കിൽ മാനേജർ തസ്തികയിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. അത് കഴിഞ്ഞ് MBA ബിരുദാനന്തര ബിരുദമെടുത്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ ബാങ്കിൽ ജോലിക്ക് വന്നത്. വളരെ മികവുറ്റ ഒരു ഉദ്യോഗസ്ഥനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് വേറൊന്നുമല്ല. അദ്ദേഹം 2 വർഷക്കാലം നാട്ടിലെ ബ്രാഞ്ചിലെ മാനേജറായിരുന്നു. ഇന്ത്യ ഒട്ടാകെ ബ്രാഞ്ചുകളുള്ള ഒരു ബാങ്ക് ആയതുകൊണ്ട് തന്നെ 2 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് കർണാടകത്തിലെ ഒരു ബ്രാഞ്ചിലേക്ക് മാനേജറായിട്ടൊരു ട്രാൻസ്ഫർ വന്നു. ആ ട്രാൻസ്ഫർ വരാനുള്ള കാരണമായിട്ട് പറയുന്നത് ആ പറയുന്ന ബ്രാഞ്ചിൽ അത്ര ഡെപ്പോസിറ്റുകളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നാട്ടിൽ നിന്ന് കാര്യക്ഷമമായി ജോലി ചെയ്തൊരു വ്യക്തിയെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ അദ്ദേഹം കൂടുതൽ ഡെപ്പോസിറ്റുകളൊക്കെ റെഡിയാക്കിയ ബാങ്കിൻ്റെ അവസ്ഥ, ആ ബ്രാഞ്ചിൻ്റെ അവസ്ഥ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുമല്ലോ എന്ന് കരുതിയാണ് അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റിയതെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ അതോടുകൂടി ഈ ചെറുപ്പക്കാരൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. അദ്ദേഹം പറയുന്നത്, ഞാൻ ജോലി രാജിവെക്കാൻ പോവാണ്, എനിക്ക് അങ്ങോട്ട് പോകാൻ വയ്യ. ഇപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ഒരു അക്കാഡമിക് ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ വളരെ മികച്ചതാണ്. ചെറുപ്പം തൊട്ടേ സ്കൂൾ കാലഘട്ടം തൊട്ടേ പരീക്ഷകളിലൊക്കെ വളരെ ഉയർന്ന മാർക്കും റാങ്കും ഒക്കെ വാങ്ങി വന്ന വ്യക്തിയാണ്. എഞ്ചിനീയറിംഗ് എൻട്രൻസിന് ഉന്നതമായ റാങ്കായിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം IIM-ലാണ് അദ്ദേഹം പഠിച്ചത്. ക്യാമ്പസ് സെലക്ഷൻ വഴി ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് ജോലി കിട്ടുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും അദ്ദേഹം അതൊന്നും സ്വീകരിക്കാതെ നാട്ടിൽ ഒരു ജോലി സ്വീകരിച്ച് വരികയായിരുന്നു. മാതാപിതാക്കളോടൊപ്പം നിൽക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും വേണ്ടിയാണ് നാട്ടിലെ ഒരു ജോലി സ്വീകരിച്ചതെന്നാണ് ഈ ചെറുപ്പക്കാരൻ പറയുന്നത്. കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട്. ആദ്യത്തെ 3 വർഷം അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരെയുള്ളൊരു ബ്രാഞ്ചിലായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് നാട്ടിൽ തന്നെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഒരു കാര്യം പറഞ്ഞു, പഠിക്കാനൊക്കെ വളരെ മിടുക്കനായിരുന്നുവെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെ അധികം കൂട്ടുകാരൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് സുഹൃത്തുക്കളേ ഉള്ളൂ. ആ സുഹൃത്തുക്കളുടെ അടുത്ത് അവൻ വളരെ നന്നായിട്ട് ഇടപെടും, അവരുടെ വീട്ടിൽ പോകും, അവരിടയ്ക്ക് വീട്ടിൽ വരും. പക്ഷേ ഒരു പുതിയ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇവന് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പ്രയാസങ്ങൾ ഓരോ ഘട്ടത്തിലും ഉണ്ടായി. ഇദ്ദേഹം എഞ്ചിനീയറിങ്ങിന് ആദ്യം ചേർന്ന സമയത്ത് ആദ്യത്തെ ഒരു 6 മാസം ഞാനിത് കളഞ്ഞിട്ട് വരാൻ പോവാണ്, എനിക്ക് പഠിക്കാൻ വയ്യ, എനിക്ക് ഇവിടുത്തെ ആൾക്കാരുമായിട്ട് പൊരുത്തപ്പെടാൻ വയ്യ, അധ്യാപകർ മോശമായിട്ട് പെരുമാറുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും അത് ഉപേക്ഷിക്കണം എന്നുള്ളൊരു നിർബന്ധമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ആ കോളേജിലും കുറച്ച് നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടായി. അദ്ദേഹം നന്നായി പഠിച്ച് നല്ല രീതിയിൽ പോയി. ഇത് കഴിഞ്ഞ് IIM-ലേക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എഴുതി അദ്ദേഹം വളരെ നല്ല രീതിയിൽ അവിടെ ചെന്നു. അവിടെ ചെന്ന ശേഷവും ഇതേപോലെ ആദ്യത്തെ കുറച്ച് നാൾ ചെറിയ പ്രയാസം. ആദ്യത്തെ 3 മാസം എനിക്കിവിടെ പറ്റുന്നില്ല, ഞാൻ കളഞ്ഞിട്ട് പോകാൻ പോകുന്നു എന്നൊക്കെ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് എന്തായാലും അദ്ദേഹം ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴി പ്രമുഖ കമ്പനികളിലൊക്കെ അദ്ദേഹത്തിന് പ്ലേസ്മെൻറ്റ് കിട്ടി. അതൊന്നും സ്വീകരിക്കാതെ നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നപ്പോൾ മാതാപിതാക്കൾക്ക് സന്തോഷമായിരുന്നു. കാരണം മകൻ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് വയസ്സായി അസുഖമൊക്കെ വരുമ്പോൾ നോക്കാനായിട്ട് അവനുണ്ടല്ലോ, ഒരു നല്ല കാര്യമായിട്ടാണ് അവനെടുത്തത്. അപ്പോൾ ഈ ചെറുപ്പക്കാരനോട് സംസാരിക്കുമ്പോൾ അവൻ പറയുന്നൊരു കാര്യം, എനിക്കൊരു പ്രശ്നമുണ്ട്. ഏത് പുതിയ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ ആൾക്കാരുമായിട്ട് ഇടപെടുമ്പോൾ വല്ലാത്ത അസ്വസ്ഥതയാണ്, ഉത്കണ്ഠയാണ്. ഞാൻ പറയുന്നവരെ അംഗീകരിക്കുമോ, എന്നെ അവർ സ്വീകരിക്കുമോ എന്നൊരു വ്യാകുലതയാണ്. എന്നെ 100% അവർ അംഗീകരിക്കും, സ്വീകരിക്കും എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഞാൻ പുതിയ ഒരാളോട് പോയി സംസാരിക്കും, അല്ലെങ്കിൽ ഞാൻ ആരോടും സംസാരിക്കില്ല. ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് സംസാരിച്ചാൽ അവർക്ക് ഞാൻ മറുപടി കൊടുക്കുമെന്നുള്ളതേ ഉള്ളൂ. പുതിയ ഏതൊരു ഉത്തരവാദിത്തം വന്നാലും വെപ്രാളമാണ്. പുതിയൊരു അസൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നാൽ പോലും വെപ്രാളമാണ്. പുതിയ എന്തെങ്കിലും ടാർഗറ്റ് ബാങ്കിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസം വെപ്രാളമാണ്. എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമെന്നറിയാം, കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്കിത് ചെയ്യാനും പറ്റും. പക്ഷേ ആദ്യത്തെ കുറച്ച് ദിവസം വല്ലാത്ത പ്രയാസമാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇതങ്ങ് ഒഴിവാക്കി പോകണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഓരോ ഘട്ടത്തിലും വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയൊക്കെ ഒരു പിന്തുണ കൊണ്ട് ഞാൻ ഒരുവിധം ഇതൊക്കെ ഒന്ന് മറികടന്നു പോയി. പക്ഷേ ഇനി എനിക്ക് വയ്യ. കാരണം ഞാൻ കർണാടകത്തിൽ പോവുകയാണ്, എനിക്ക് കന്നഡ ഭാഷ അറിയില്ല. എനിക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ ഒക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ കന്നഡ ഭാഷ അറിയില്ല. അവിടെ നാട്ടുംപുറത്തുള്ളൊരു ബ്രാഞ്ചാണ്. അവിടെ പോയി ആൾക്കാരോട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, അവിടെയുള്ള ജീവനക്കാരോട് എനിക്ക് ഇടപെടാൻ പറ്റില്ല. ഞാൻ അവിടെ ഒരു ദുരന്തമായി മാറും, ഒരു പരാജയമായി മാറും. അതുകൊണ്ട് ഞാൻ ഈ ജോലി രാജിവെക്കുകയാണ്. ഞാൻ നാട്ടിൽ വേറെന്തെങ്കിലും ചെറിയ ബിസിനസ്സുകൾ വല്ലതും തുടങ്ങി ഞാൻ ഇവിടെ ജീവിച്ചോളാം എന്നാണ് പറയുന്നത്. ഈ ഒരു അവസ്ഥയ്ക്ക് ആങ്ഷ്യസ് അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. അമിത ഉത്കണ്ഠയുള്ള വ്യക്തിത്വ വൈകല്യം എന്ന് മലയാളത്തിൽ പറയാം. ചെറുപ്പം തൊട്ടേ തന്നെ വല്ലാത്ത ഉത്കണ്ഠയാണ്. പുതിയൊരു സ്ഥലത്ത് ചെന്നാൽ, പുതിയ ആളുകളോട് സംസാരിക്കുമ്പോൾ, പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചാലൊക്കെ എങ്ങനെയെങ്കിലും അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിപ്പോകാനുള്ളൊരു പ്രവണതയാണ്.
പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ അത് സ്വീകരിക്കേണ്ടി വരും. പതുക്കെ പതുക്കെ അതുമായിട്ടങ്ങ് മുന്നോട്ട് പോയാൽ അത് വിജയിക്കാനും പറ്റും. ഇവിടെ ബാങ്കിൽ വീട്ടിനടുത്തുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം ഉള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പ്രയാസമില്ല. പക്ഷേ ദൂരെ സ്ഥലത്തേക്ക് പോകേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത വ്യാകുലതയായി, വെപ്രാളമായി, ജോലി രാജിവെക്കണമെന്നുള്ളൊരു പ്രവണതയും വന്നു. ഇപ്പോൾ ഈ ആങ്ഷ്യസ് അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ചെറുപ്പം തൊട്ടേ ഉള്ളൊരു അവസ്ഥയാണ്. കുട്ടിക്കാലം തൊട്ടേ അതിൻ്റെ ലക്ഷണങ്ങൾ കാണും. അത് കൗമാരത്തിലത് അല്പം തീവ്രമാകും. യൗവനത്തിലേക്ക് എത്തുമ്പോൾ അതൊരു മൂർധന്യാവസ്ഥ പ്രാപിക്കും. നമ്മളെ 100% അംഗീകരിക്കുന്ന, സ്വീകരിക്കുന്ന, നമുക്ക് സഹായകമായി നിൽക്കുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ അവർക്ക് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ചെന്ന് പുതിയൊരു സാഹചര്യം നേരിടാൻ ഇവർക്ക് പ്രയാസം വരും. അപ്പോൾ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മനഃശാസ്ത്ര ചികിത്സകൾ ഇവർക്ക് വേണ്ടിവരും. അതോടൊപ്പം ഉത്കണ്ഠ കുറയ്ക്കാനുള്ള മരുന്നുകളും സഹായിക്കും. കൃത്യമായി ചികിത്സ എടുത്താൽ ഘട്ടം ഘട്ടമായിട്ട് ഈ ബുദ്ധിമുട്ട് കുറഞ്ഞു വരും. ഈ ചെറുപ്പക്കാരനും ജോലി രാജിവെക്കാം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിച്ചുവെങ്കിലും കുറച്ച് നാൾ ലീവ് എടുക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞു. 1 മാസം ലീവ് എടുത്ത് അദ്ദേഹം നാട്ടിൽ നിന്ന് ചികിത്സയെടുത്തു. ഏതാണ്ട് 1 മാസത്തെ ചികിത്സ കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഒന്ന് പോയി നോക്കാം എന്നൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് വന്നു. എങ്ങനെയാണ് പുതിയ സ്ഥലത്ത് ആളുകളോട് ഇടപെടേണ്ടത്, ഒരു പ്രതിസന്ധി വന്നാൽ എങ്ങനെയാണത് കൈകാര്യം ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു. അത് അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായി. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ പുതിയ സ്ഥലത്ത് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല രീതിയിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നു.